ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാഡമി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫിസിക്സിലെ 10th ചാപ്റ്ററാണ്. ദാറ്റ് ഈസ് ദ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഫ്ലൂയിഡ്സിനെ സോളിഡ്സിനെ കുറിച്ചൊക്കെ ആയിരുന്നു. ഇനി നമുക്ക് നോക്കാണ്ട് നമ്മുടെ ഗ്യാസസിൻ്റെ പ്രോപ്പർട്ടീസാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്ന ആ ഒരു ടേം എന്താണെന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പോൾ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് യൂണിറ്റ്സ് മാസ് ത്രൂ ദ 1 degree Celsius ഓർ 1 Kelvin. അതായത് ഏതൊരു സബ്സ്റ്റൻസിൻ്റെ അല്ലെങ്കിൽ ഏതൊരു സിസ്റ്റത്തിൻ്റെയും ടെമ്പറേച്ചർ, ഒരു യൂണിറ്റ് മാസുള്ള ഒരു സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ 1 degree Celsius അല്ലെങ്കിൽ 1 Kelvin റൈസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എമൗണ്ട് ഓഫ് ഹീറ്റിനെയാണ് നമ്മൾ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഡെൽറ്റ ക്യൂ ആണ് നമ്മൾ ഈ റൈസ് ചെയ്യേണ്ട ഹീറ്റ്, അല്ലെങ്കിൽ ആ ടെമ്പറേച്ചർ 1 degree Celsius റൈസ് ചെയ്യാൻ വേണ്ട എമൗണ്ട് ഓഫ് ഹീറ്റ് ഡെൽറ്റ ക്യൂ ആണെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ എം ഇൻറ്റു ഡെൽറ്റ തീറ്റ ആയിരിക്കും. ഇവിടെ എം എന്ന് പറയുന്നതിൻ്റെ മാസാണ്, ഡെൽറ്റ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടെമ്പറേച്ചർ എത്രയാണോ ഇൻക്രീസ് ആയത് ആ ഒരു ടെമ്പറേച്ചറിനെയാണ് ഡെൽറ്റ തീറ്റ എന്ന് പറയുന്നത്. ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് നമുക്ക് ആവശ്യമായി. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെസിഫിക് ഹീറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. എന്താണ്? സി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ എം ഇൻറ്റു ഡെൽറ്റ തീറ്റ. ഇപ്പോൾ ഡെൽറ്റ ക്യൂയുടെ വാല്യൂ എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു എം സി ഇൻറ്റു ഡെൽറ്റ തീറ്റ ആയിരിക്കും. യൂണിറ്റ് SI യൂണിറ്റ് ഓഫ് സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് ജൂൾ പെർ കിലോഗ്രാം പെർ കെൽവിൻ ആണ് നമ്മുടെ സ്പെസിഫിക് ഹീറ്റിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി ഏതൊരു ഒബ്ജക്റ്റിൻ്റെയും അല്ലെങ്കിൽ ഏതൊരു സിസ്റ്റത്തിൻ്റെയും ഹീറ്റ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് നമ്മൾ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് കലോറിമീറ്റർ എന്ന് പറയുന്നത്. ആ മെഷറിംഗ് പ്രോസസ്സിനെയാണ് നമ്മൾ കലോറിമെട്രി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ തേർമൽ എക്സ്പാൻഷൻ. തേർമൽ എക്സ്പാൻഷൻ എന്തായിരിക്കും? ആ ടേമിൽ തന്നെ ഉണ്ട് അല്ലേ, തേർമൽ ആയിട്ടുള്ള എക്സ്പാൻഷൻ. അതായത് നമ്മൾ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിനുണ്ടാവുന്ന എക്സ്പാൻഷനെയാണ് തേർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഡെഫിനിഷനലി എന്നങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ഹീറ്റ് ഈസ് ഗിവൺ ടു എ സബ്സ്റ്റൻസ് ഇറ്റ് എക്സ്പാൻഡ് ഇൻ ലെങ്ത്, ഏരിയ ഓർ വോളിയം. അതായത് നമ്മളൊരു സബ്സ്റ്റൻസിനകത്ത് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വോളിയം അല്ലെങ്കിൽ അതിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ അതിൻ്റെ എക്സ്പാൻഷൻ സംഭവിക്കും. അതിനാണ് നമ്മൾ തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. നമ്മൾ മെയിൻലി 3 ടൈപ്പ് ഓഫ് എക്സ്പാൻഷൻ ആണുള്ളത്. ഏതൊക്കെയാണ്? ലീനിയർ എക്സ്പാൻഷൻ ഉണ്ട്, സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ ഉണ്ട്, ക്യൂബിക്കൽ എക്സ്പാൻഷൻ ഉണ്ട്. ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹീറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ലെങ്ത് എക്സ്പാൻഡ് ചെയ്യുന്നതിന് ലീനിയർ എക്സ്പാൻഷൻ എന്നും, ഏരിയ ഇൻക്രീസ് ചെയ്യുന്നതിന് സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ എന്നും, എന്നാൽ വോളിയം ഇൻക്രീസ് ചെയ്തതിന് നമ്മൾ ക്യൂബിക്കൽ എക്സ്പാൻഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ദ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഫ്രം ദിസ് ചാപ്റ്റർ എന്ന് പറയുന്നത് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് ആണ്. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് കുറച്ച് അസംഷൻസ് ബേസ് ചെയ്തിട്ടാണ്. ആ അസംഷൻസ് എന്തൊക്കെയാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗ്യാസിനകത്ത് ഫസ്റ്റ് അസംഷൻ പറയുന്നത് ഒരു ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലാർജ് നമ്പർ ഓഫ് റിജിഡ് മോളിക്യൂൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഒരു ഗ്യാസ് എന്നാണ് പറയുന്നത്. രണ്ടാമത്തത് അതായത് ഒരു വെലോസിറ്റിയിൽ റാൻഡം മാനറിൽ മൂവ് ചെയ്യുന്ന ഒരുപാട് റിജിഡ് മോളിക്യൂൾ അടങ്ങിയതാണ് ഒരു ഗ്യാസ് എന്നാണ് ഫസ്റ്റ് അസംഷൻ പറയുന്നത്. രണ്ടാമത് പറയുന്നത് ഈ ഗ്യാസ് മോളിക്യൂൾസ് ഒക്കെ കൊളൈഡ് ചെയ്യുന്നുണ്ട്, അവർ തമ്മിലും കൊളൈഡ് ചെയ്യുന്നുണ്ട്, ആ കണ്ടെയ്നർ വാളും തമ്മിൽ കൊളൈഡ് ചെയ്യുന്നുണ്ട്. ആ കൊളിഷൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളിഷൻ ആയിരിക്കും. ആൻഡ് തേർഡ് അസംഷൻ പറയുന്നത് ഇവിടെ മോളിക്യൂൾസിൻ്റെ സൈസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. എന്തിനെ കമ്പയർ ചെയ്യുമ്പം അവർക്കിടയിലുള്ള സെപ്പറേഷനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അവരുടെ മോളിക്യൂളിൻ്റെ സൈസ് നെഗ്ലിജിബിൾ ആയിരിക്കും. ആൻഡ് ഫോർത്ത് അസംഷൻ പറയുന്നത് മോളിക്യൂൾസുകൾ മൂവ് ചെയ്യുന്നത്, അതായത് ബിറ്റ്വീൻ ദ കൊളിഷൻ കഴിഞ്ഞതിന് ശേഷം അവർ മൂവ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ പാത്തിലൂടെ ആയിരിക്കും. ആൻഡ് ഫിഫ്ത്ത് അസംഷൻ പറയുന്നത് അവർ കൊളിഷൻ എടുക്കുന്ന ആ ഒരു ടൈം എന്ന് പറയുന്നത് ഓരോ കൊളിഷൻ്റെ ഇടയിൽ വരുന്ന ടൈമിനെ അപേക്ഷിച്ച് വളരെ കുറവായിരിക്കും എന്നാണ് ഫിഫ്ത്ത് അസംഷൻ പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് അസംഷൻ പറയുന്നത് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മോളിക്യൂൾ ഈസ് യൂണിഫോം ത്രൂ ഔട്ട് ദ കണ്ടെയ്നർ. ത്രൂ ഔട്ട് ദ കണ്ടെയ്നർ ആ മോളിക്യൂളിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് യൂണിഫോം ആയിരിക്കും. ഇത്രയും അസംഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ആസ് പെർ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് ദ പ്രഷർ എക്സേർട്ടഡ് ഓൺ ദ വാൾ ഓഫ് ദ കണ്ടെയ്നർ എന്ന് പറയുന്നത് P ഈസ് ഈക്വൽ ടു 1/3 mn c⁻² ആയിരിക്കും. ഇവിടെ c⁻ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ റൂട്ട് മീൻസ് വെലോസിറ്റിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ വെലോസിറ്റിയാണ് സി എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ആ പ്രഷറിൻ്റെ വാല്യൂ 1/3 mn c² ആയിരിക്കും. ഇനി ഈ ഒരു പ്രഷറിൻ്റെ വാല്യൂവിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ ഹാഫ് mc² അല്ലെങ്കിൽ ഹാഫ് mv² എന്ന് പറയുന്നത് എന്താണ്? കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ ആ ഒരു ടേമിനെ നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ മൊത്തത്തിൽ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഹാഫ് mc² ഇസ് ഈക്വൽ ടു 3/2 ഇൻറ്റു KT എന്ന് കിട്ടും. ഇവിടെ KT എന്ന് പറയാൻ കാരണം R/NA എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എമ്മിൻ്റെ വാല്യൂ R/NA ആണ്. Therefore എമ്മിൻ്റെ വാല്യൂ R/NA ആണ്. R/NA എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് K ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു
കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ കൈനറ്റിക് എനർജിയുടെ വാല്യൂ 3/2 kT എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ കൈനറ്റിക് എനർജി എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ടെമ്പറേച്ചറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലേ? കൈനറ്റിക് എനർജിയുടെ വാല്യൂ ടെമ്പറേച്ചറിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇവിടെ കെ എന്ന് പറയുന്നത് ബോൾട്ട്സ്മാൻ കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ വാല്യൂ വരുന്നത് 1.38 × 10⁻23 J/Kelvin ആണ്. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചറിനെ മാത്രമാണ് കൈനറ്റിക് എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ ഒരു ഫാക്ടറിനെയാണ് നമ്മൾ കൈനറ്റിക് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. എന്താണ് കൈനറ്റിക് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ടെമ്പറേച്ചർ? അതായത് അതിൻ്റെ കൈനറ്റിക് എനർജി എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? അവിടുത്തെ ടെമ്പറേച്ചറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇനി ഇതിനകത്ത് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതിൻ്റെ റൂട്ട് മീൻ സ്ക്വയർ സ്പീഡ്. അതായത് ആ സ്പീഡിൻ്റെ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ തന്നെ എഴുതാൻ പറ്റും അല്ലേ? റൂട്ട് മീൻ സ്ക്വയറിൻ്റെ വാല്യൂ റൂട്ട് മീൻ സ്ക്വയർ ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? √3 kT/m അല്ലെങ്കിൽ √3 RT/m. ഇനി ഈ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിൽ നിന്ന് ഡെഡ്യൂസ് ചെയ്ത ഒരുപാട് ലോസ് ഉണ്ട്. ബോയ്സ് ലോ ഉണ്ട്, ചാൾസ് ലോ ഉണ്ട്, അവഗ്രാഡോസ് ലോ ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ലോസ് ഉണ്ട്. ഇതിൽ ഓരോന്നും നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ദ ബോയ്സ് ലോ. ബോയ്സ് ലോ പറയുന്നത് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ ഒരു ഗിവൺ മാസ് ഓഫ് ഗ്യാസിൻ്റെ പ്രഷറും അതിൻ്റെ വോളിയവും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കുന്നതാണ് ബോയ്സ് ലോ പറയുന്നത്. എന്നാൽ ചാൾസ് ലോ പറയുന്നത് ഗിവൺ മാസ് ഓഫ് എ ഗ്യാസ്, കോൺസ്റ്റൻറ്റ് പ്രഷറിലുള്ള ഗിവൺ മാസ് ഓഫ് ഗ്യാസിൻ്റെ വോളിയവും ടെമ്പറേച്ചറും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കുന്നതാണ് ചാൾസ് ലോ പറയുന്നത്. അടുത്തത് ഗേ ലുക്കാസ് ലോ. ഗേ ലുക്കാസ് ലോ പറയുന്നത് the pressure of a given mass of a gas is directly proportional to its absolute temperature and its volume remain constant. അത് കോൺസ്റ്റൻറ്റ് വോളിയത്തിലുള്ള ഗിവൺ മാസ് ഓഫ് ഗ്യാസിൻ്റെ പ്രഷറും അവിടുത്തെ ടെമ്പറേച്ചറും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കുന്നതാണ് ഗേ ലുക്കാസ് ലോ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ദ അവഗ്രാഡോസ് ലോ. അവഗ്രാഡോ ലോ പറയുന്നത് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലും കോൺസ്റ്റൻറ്റ് പ്രഷറിലും കോൺസ്റ്റൻറ്റ് വോളിയത്തിലുമുള്ള ഒരു ഗിവൺ മാസ് ഓഫ് ഗ്യാസിൻ്റെ നമ്പർ ഓഫ് മോളിക്യൂൾസ് സെയിം ആയിരിക്കുന്നതാണ് അവഗ്രാഡോസ് ലോ പറയുന്നത്. നെക്സ്റ്റ് ലോ ഇസ് ദ ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. ഇത് പറയുന്നത് ദ ടോട്ടൽ പ്രഷർ എക്സേർട്ടഡ് ബൈ എ ഗ്യാസസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആയിരിക്കും? ഇറ്റ് ഈസ് ദ സം ഓഫ് ദ പാർഷ്യൽ പ്രഷർ ദാറ്റ് എക്സേർട്ടഡ് ദ ഇൻഡിവിജ്വൽ ഗ്യാസസ്. അതായത് ഒരുപാട് ഗ്യാസുകൾ മിക്സർ ചെയ്ത ആ ഒരു മിക്സർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് അതിൽ ഓരോ ഇൻഡിവിജ്വൽ ഗ്യാസസും എക്സേർട്ട് ചെയ്യുന്ന പാർഷ്യൽ പ്രഷറിൻ്റെ സമ്മിന് ഈക്വൽ ആയിരിക്കുന്നതാണ് ഡാൾട്ടൺസ് ലോ പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ലോ എന്ന് പറയുന്നത് ഗ്രാംസ് ലോ ഓഫ് ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ്. ആസ് പെർ ദിസ് ലോ it states that the rate of diffusion of gas through a porous partition is inversely proportional to the square root of its density. അതായത് ഒരു പോറസ് പാർട്ടീഷനിലൂടെയുള്ള ഗ്യാസിൻ്റെ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഡെൻസിറ്റിയുടെ സ്ക്വയർ റൂട്ടിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കുന്നതാണ് ഗ്രാംസ് ലോ പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിൽ നിന്ന് ഡെഡ്യൂസ് ചെയ്ത് വന്ന ലോസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ ഡിഗ്രി ഓഫ് ഫ്രീഡം. ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താണ്? ഏതൊരു ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ ഏതൊരു സബ്സ്റ്റൻസിലും ഫ്രീഡത്തിനുള്ള ആ ഒരു ഡിഗ്രി എത്രയാണ്, അല്ലെങ്കിൽ ആ എത്ര ഡിഗ്രിയിൽ അവർക്ക് ഫ്രീഡം ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നതാണ്. അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേ ഇൻ വിച്ച് ദ പാർട്ടിക്കിൾ ഓൺ ദ സിസ്റ്റം ക്യാൻ മൂവ്. ആ സിസ്റ്റത്തിനകത്തുള്ള പാർട്ടിക്കിൾസിന് മൂവ് ചെയ്യാൻ പറ്റിയ ആ ഫ്രീഡത്തിൻ്റെ നമ്പറിനെയാണ് നമ്മൾ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ഒന്നും കൂടെ ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളൊരു റോഡിലൂടെ ട്രാവൽ ചെയ്യാണ്. ഒരു പെർട്ടിക്കുലർ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇടത്തോട്ടും പോകാനുള്ള വേ ഉണ്ട്, വലത്തോട്ടും പോകാനുള്ള വേ ഉണ്ട്, സ്ട്രെയിറ്റ് ആയിട്ട് പോകാനുള്ള വേ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണ് അവിടെ? 3 ആണ് അല്ലേ? നമുക്ക് 3 രീതിയിൽ അവിടെ മൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സിസ്റ്റത്തിൻ്റെ പാർട്ടിക്കിൾസിന് എത്ര ടൈപ്പ് മൂവ്മെൻറ്റ് പോസിബിൾ ആണോ അതിനെയാണ് നമ്മൾ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ഇനി ഒരു മോണോ അറ്റോമിക് മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 3/2 kT ആയിരിക്കും. ഒരു ഡയോ അറ്റോമിക് ഗ്യാസിൻ്റെ കൈനറ്റിക് എനർജിയുടെ വാല്യൂ 5/2 kT ആയിരിക്കും. ഇത് ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ വാല്യൂവിൽ ചേഞ്ച് വന്നിട്ടുള്ളത്. മോണോ അറ്റോമിക് മോളിക്യൂൾ ആണെങ്കിൽ 3/2 kT ആണ്, ഡൈ അറ്റോമിക് മോളിക്യൂൾ ആണെങ്കിൽ 5/2 kT ആയിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് ദ ഹീറ്റ് കപ്പാസിറ്റൻസ് ഓഫ് ദ ഗ്യാസസ്. നമ്മൾ പറഞ്ഞു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താണ്? ഏതൊരു യൂണിറ്റ് മാസുള്ള ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് റൈസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹീറ്റിനെയാണ് നമ്മൾ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്. മെയിൻലി 2 ടൈപ്പ് ഓഫ് സ്പെസിഫിക് ഹീറ്റ് ആണുള്ളത്. ദ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം CV ഉണ്ട്, സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ CP ഉണ്ട്. ഈ 2 ടൈപ്പ് സ്പെസിഫിക് ഹീറ്റ് ആണുള്ളത്. സ്പെസിഫിക് ഹീറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് SI യൂണിറ്റ് എന്ന് പറയുന്നത് കിലോ കലോറി പെർ കിലോഗ്രാം കെൽവിൻ ആണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ യൂണിറ്റ് വരുന്നത്. ഇനി ഇവിടുത്തെ CPയും CVയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. CPയും CVയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CP - CV = R ആയിരിക്കും. എന്താണ്? CP - CV = R ആയിരിക്കും. Rൻ്റെ യൂണിറ്റ് വരുന്നത് ജൂൾ പെർ
മോൾ കെൽവിൻ ആണ്. ജൂൾ പെർ മോൾ പെർ കെൽവിൻ ആണ് ആരുടെ യൂണിറ്റ് വരുന്നത്. ഇനി കൺവേർട്ടിങ് ജൂളിനെ നമ്മൾ കലോറി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ റിലേഷൻ എന്തായിട്ട് മാറും? CP - CV = R/J എന്നായിരിക്കും. ഓക്കെ, ഇവിടെ J എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്, = 4.18 കലോറിയാണ്. J എന്ന് പറയുന്നത് അതിൻ്റെ എനർജിയുടെ യൂണിറ്റ്, നമ്മൾ കലോറിയിലേക്ക് കൺവേർട്ട് ചെയ്തില്ല. അതിൻ്റെ വാല്യൂ ആണ് 4.18 കലോറി എന്ന് പറയുന്നത്. ഒരു മെക്കാനിക്കൽ ഇക്വലൻ്റ്, ഹീറ്റിൻ്റെ ഒരു മെക്കാനിക്കൽ ഇക്വലൻ്റ് ആണ് J എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിലേഷൻഷിപ്പും ഇമ്പോർട്ടൻ്റ് ആണ്. CP - CV = R അല്ലെങ്കിൽ R/J എന്ന് പറയുന്ന ആ ഒരു റിലേഷൻഷിപ്പ് എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയാണ് നമ്മുടെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള മെയിൻ ടോപ്പിക്സ്. ഇതിൽ നിന്ന് നമുക്ക് ന്യൂമറിക്കൽസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും അല്ലേ? നമ്മൾ ഒരുപാട് ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ നോക്കാം. Calculate the root mean square speed of the hydrogen molecule at 300 Kelvin. 300 Kelvinലുള്ള ഹൈഡ്രജൻ മോളിക്യൂളിൻ്റെ റൂട്ട് മീൻ സ്ക്വയർ സ്പീഡാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് അതിൻ്റെ മാസ് തന്നിട്ടുണ്ട് അല്ലേ? 3.347 × 10⁻⁻27 കിലോഗ്രാം ആണ് തന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, കെയുടെ വാല്യൂ തന്നിട്ടുണ്ട്, 1.38 × 10⁻⁻23 ജൂളാണ് തന്നിട്ടുണ്ട്. ജൂൾ പെർ മോൾ പെർ കെൽവിൻ ആണെന്ന് കെയുടെ വാല്യൂ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട റൂട്ട് മീൻ സ്ക്വയർ സ്പീഡാണ്. അപ്പം നമുക്കിവിടെ കെ തന്നിട്ടുണ്ട്, ടി തന്നിട്ടുണ്ട്. അപ്പോൾ റൂട്ട് മീൻ സ്ക്വയർ സ്പീഡ് നമുക്ക് ഏതിൻ്റെ ടേമിൽ കണ്ടുപിടിക്കാം? KTയുടെ ടേമിൽ കണ്ടുപിടിക്കാം. = √3 KT/m ആണ്. അപ്പോൾ ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എപ്പോഴും നിങ്ങൾ ന്യൂമറിക്കൽസ് ചെയ്യുന്ന സമയത്ത് സ്റ്റാൻഡേർഡ് യൂണിറ്റിലേക്ക് എന്ത് ചെയ്യുക? ആദ്യം മൊത്തത്തിൽ കൺവേർട്ട് ചെയ്യണം. സ്റ്റാൻഡേർഡ് യൂണിറ്റിലല്ല നമുക്ക് തന്നതെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ട്. ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഈക്വൽ വോളിയം ഓഫ് 2 നോൺ റിയാക്റ്റീവ് ഗ്യാസസ് ആർ മിക്സഡ്. വാട്ട് വിൽ ബി ദ റിസൾട്ടൻറ്റ് പ്രഷർ ഓഫ് ദ മിക്സർ? അതായത് 2 ഈക്വൽ വോളിയത്തിലുള്ള 2 ഗ്യാസുകൾ മിക്സ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ടൻറ്റ് പ്രഷർ എത്രയായിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മൾ ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ പറഞ്ഞ സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. 2 മിക്സറുകൾ തമ്മിലുള്ള ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് അതിനകത്ത് ഓരോ ഇതും എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിൻ്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും നമുക്കറിയാം. ഇവിടെ എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും ആ 2, അതായത് ഫസ്റ്റ് മിക്സറും സെക്കൻഡ് മിക്സറും എക്സേർട്ട് ചെയ്ത പ്രഷറിൻ്റെ സമ്മായിരിക്കും അടുത്ത ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് അല്ലേ? അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് എല്ലാ ചാപ്റ്ററിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. കാരണം അതെല്ലാത്തിൽ നിന്നും ചോദിക്കാൻ സാധ്യത കൂടുതലാണല്ലോ. ചാൻസും ഉണ്ട്, നമുക്ക് ചോദിക്കുകയും ചെയ്യാം. ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള മെയിൻ ടോപ്പിക്സ് എന്ന് പറയുന്നത്. വളരെ ഷോർട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ എന്ന് എനിക്കറിയാം. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ നാഷണൽ അക്കാഡമിയുടെ ആപ്പിൽ അവൈലബിൾ ആണ്. സോ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നാഷണൽ അക്കാഡമിയിൽ നിന്ന് ക്ലാസ്സുകൾ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുക. വീണ്ടും പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ ബൈ.